ജയറാമിനെ കഴിഞ്ഞ ദിവസം കൊച്ചിയിലേക്ക് ഇ ഡി വിളിപ്പിച്ചു. ചില കാര്യങ്ങൾ ചോദിച്ചറിയാൻ SITക്ക് കിട്ടാത്ത കുറച്ച് കാര്യങ്ങൾ, അതായത് SIT ജയറാമിനെ വിളിച്ചിട്ടില്ല, ജയറാമിൻ്റെ കയ്യിൽ നിന്നൊന്നും കിട്ടാനില്ല എന്ന് SITക്ക് ആദ്യമേ മനസ്സിലായതുകൊണ്ട് അവർ വിളിച്ചില്ല. പക്ഷേ ഇ ഡിക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ അറിയാനുണ്ട്, അതുകൊണ്ട് ഇ ഡി വിളിച്ചു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള സാമ്പത്തിക ഇടപാട്. പക്ഷേ അതൊന്നുമല്ല രസം. എല്ലാം കഴിഞ്ഞിറങ്ങിയതിന് ശേഷമുള്ള ജയറാം മാധ്യമങ്ങൾക്ക് നൽകിയ ബൈറ്റാണ് എല്ലാവരും ചർച്ച ചെയ്യുന്നത്. അതായത് ജയറാം പറഞ്ഞത് ഇങ്ങനെയാണ്: അയ്യേ അങ്ങനെ ഒന്നും പറയരുത്, കുറച്ച് കാര്യങ്ങൾ ചോദിച്ചു, അത് അവർക്കതിൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് എടുത്തോട്ടെ, അതിന് ഞാനങ്ങ് പറഞ്ഞു കൊടുത്തു. പിന്നെ ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് ആഹാരമൊക്കെ കഴിച്ചിട്ടാണ് പിരിഞ്ഞത്. ഇത്രയും നന്നായിട്ട് ഇ ഡി പ്രതികളോട് അല്ലെങ്കിൽ സംശയമുള്ളവരോട് പെരുമാറും എന്നുള്ളത് നമുക്ക് ഇന്നലെയാണ് മനസ്സിലായത്. ജയറാം പറയുന്നത് എനിക്കൊന്നും ഒളിക്കാനില്ല, ഞാൻ പറഞ്ഞതുകൊണ്ട് ആർക്കെങ്കിലും അല്ലെങ്കിൽ ഇ ഡിക്കോ അല്ലെങ്കിൽ ഈ കള്ളം ചെയ്തവർക്കോ അത് ദോഷമായി മാറുമെങ്കിൽ നല്ലതാണ് എന്നാണ് ജയറാം പറയുന്നത്. ജയറാമിന് എത്ര ശതമാനം വിശ്വസിക്കാം? ജയറാമിനെ വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ ഒക്കെ നമ്മുടെ ഇഷ്ടമാണ്. പക്ഷേ ഇതിനകത്ത് ഈ കേസിനകത്തൊരു വല്ലാത്തൊരു കാര്യമുണ്ട്. നമ്മൾ ഇതിന് ഇപ്പോൾ എല്ലാവർക്കും ഉദാഹരണം പറയാനാണെങ്കിൽ നമ്മൾ ഓർമ്മ വരുന്നത്, ഇപ്പോൾ ജിയോ പൊളിറ്റിക്സ് ഒക്കെ ചർച്ച ചെയ്യുന്ന നമ്മുടെ ഈ യൂനസ് അധികാരത്തിൽ വന്നപ്പം ഈ ശ്രദ്ധിച്ചായിരുന്നു, ഉള്ള മതഭീകരന്മാരെയും മറ്റവരെയും മറിച്ചവരെയും എല്ലാം തുറന്നു വിട്ടതുപോലെ ജമാഅത്തെല്ലാം തുറന്നങ്ങ് വിട്ടല്ലോ ആരാ മറ്റവരെ പിടിച്ചിട്ടുണ്ട്. അതുപോലെയാണ് ഇപ്പം ഈ ശബരിമല കൊള്ളയ്ക്കകത്ത് പിടിച്ചു വെച്ചവന്മാരെ തുറന്നു വിടുന്നത്. 41 ദിവസമായാലും ആദ്യത്തെ ദിവസം വലിയ മസിലെടുത്തുമായിരുന്നു, 90 ദിവസം കഴിഞ്ഞ് സ്വാഭാവികമാകും, 90 ദിവസം കഴിഞ്ഞ് ഇപ്പം നമ്മൾ പറയത്തില്ല വളയത്തിൽ കൂടെ ചാടി ഇപ്പോൾ വളയില്ലാതെ ആടുവാണ് എന്ന് പറഞ്ഞാൽ ഇപ്പം എല്ലാത്തിനും തുറന്നിടും. അപ്പം തന്നെ ആ കേസിൻ്റെ ഇപ്പം നമ്മൾ ഈ കാര്യം ചർച്ച ചെയ്തപ്പോൾ ആൾക്കാർക്ക് കേസ് താല്പര്യം എന്തുവായാലും അവന്മാർ പൊട്ടിച്ചുകൊണ്ട് പോയി നിങ്ങൾ എത്ര ചർച്ച ചെയ്താലും അവന്മാരെല്ലാം രക്ഷപ്പെടും എന്നുള്ള രീതിയിലേക്ക് വരും. അപ്പം അതിൻ്റെ അകത്ത് ഇപ്പോൾ ഒരു ചെറിയ പ്രതീക്ഷ നമുക്കും ഉള്ളത് ഇ ഡി വരുന്നു. ഇ ഡി ആണിപ്പം ഇവരെല്ലാം ക്ലീൻ ചിറ്റ് കൊടുത്ത്, SIT ക്ലീൻ ചിറ്റ് കൊടുത്ത് ഒന്നും കണ്ടെത്താൻ കഴിയുന്നില്ലെന്ന് പറഞ്ഞ് ഈ പറയുന്ന മണിയെ പിടിച്ചു, ഇപ്പം ജയറാമിനെ പിടിക്കുന്നു. ഇ ഡിയുടെ ഒരു സ്വഭാവം ഉണ്ടല്ലോ, ഒന്ന് പിടിക്കും വിടും, ഒന്ന് പിടിക്കും വിടും. ഈ പിടിച്ചിട്ട് വിടുവാന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഈ അതങ്ങ് എല്ലാം കഴിഞ്ഞ് ഓക്കെ സാറേ ചോറുമൊക്കെ മേടിച്ച് കൊടുത്ത് ചായ ഒക്കെ കുടിപ്പിച്ചെന്നില്ലേ പറഞ്ഞു. അപ്പം ഇവർ മാനസികമായിട്ട് വിചാരിക്കും ശരി എല്ലാം ചോദിച്ചറിഞ്ഞ് ഇനിയിപ്പോൾ കുഴപ്പമില്ല, എന്നിട്ട് ഇവനെ സ്വതന്ത്രമായിട്ടങ്ങ് വിടും. സ്വതന്ത്രമായിട്ട് വിട്ട് കഴിയുമ്പം ഈ കേസ് ചോദിച്ച് അറിഞ്ഞിട്ട് ജയറാമിൻ്റെ അടുത്ത് കേസ് ചോദിക്കും. ജയറാമല്ലേ ഏതൊരു വ്യക്തിയായാലും ഒരു കേസിൻ്റെ പ്രധാനപ്പെട്ട കക്ഷി ചോദിച്ചിട്ട് ഏജൻസി ചോദിച്ചിട്ട് വിടുവാന്ന് വെച്ചു. അത് CBI ആയാലും കൊള്ളാം, ക്രൈംബ്രാഞ്ച് ആയാലും കൊള്ളാം, ഇതുപോലെ ED ആയാലും കൊള്ളാം. ഇവർ വളരെ ബുദ്ധിപരമായിട്ടാണ് ആൾക്കാർ ചോദിച്ചിട്ട് വിട്ടിട്ട് ഇവരുടെ പുറയിൽ അവരുടെ ഒരു ഷാഡോ കാണുന്ന ഇവരുടെ ഫോണ്, ഇവർ ബന്ധപ്പെടുന്ന ആൾക്കാർ, ഇവരുമായിട്ട് ബന്ധപ്പെടുന്ന ആൾക്കാർ. ചില ബുദ്ധിമാന്മാരൊക്കെ സ്വന്തം ഫോണിൽ നിന്ന് വിളിക്കാതെ വളഞ്ഞ ഫോണിൽ നിന്നൊക്കെ വിളിക്കും, പക്ഷേ ഏത് ഫോണിൽ നിന്ന് വിളിച്ചാലും അതറിയാൻ പറ്റും. ഇങ്ങനെയാണ് പിടിക്കുന്നത്. അതിന് ഉദാഹരണമായിരുന്നു ഈ കഴിഞ്ഞ നമ്മൾ ഈ NIA ആളിനെ അറസ്റ്റ് ചെയ്തറിയാവോ? നേരത്തെ കാശ്മീർ സ്ഫോടനത്തിൽ വന്നപ്പോൾ ഒരു ഉസ്താദിനെ ചോദ്യം ചെയ്തിട്ട്, പേര് ഞാൻ ഓർക്കുന്നത്, ചോദ്യം ചെയ്തിട്ട് വിട്ടായിരുന്നു. അതിനുശേഷം ആ ഉസ്താദിനെ ഡയറക്റ്റ് ചെയ്തെങ്കിൽ ഡൽഹി സ്ഫോടനം കഴിഞ്ഞപ്പോൾ അങ്ങ് അറസ്റ്റ് ചെയ്തു. ആ ഉസ്താദിനെ അന്ന് ചോദ്യം ചെയ്തിട്ട് പൊക്കോ നിങ്ങളെപ്പോലുള്ള ക്ലിയർ മനുഷ്യനെന്ന് പറഞ്ഞു. ഉസ്താദ് വീണ്ടും പോയി ആ പഴയ പണി വൃത്തിയായിട്ട് ചെയ്തുകൊണ്ടിരുന്നു. അപ്പം തെളിവൊന്നുമില്ല. അതിനുശേഷം ഇവൻ പണി ചെയ്യുന്നത് എന്താണെന്ന് അവൻ്റെ പുറകെ നിന്ന് നിരീക്ഷിച്ചുകൊണ്ടിരുന്നു. അവൻ ആരുമായിട്ടൊക്കെ ആയിട്ട് ബന്ധപ്പെടുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കി. അതിനുശേഷം ഡൽഹി സ്ഫോടനത്തിന് ശേഷം ഇവൻ്റെ കൂട്ടരെ എല്ലാം പിടിച്ചു. അപ്പം ഇതിനകത്ത് ജയറാം പോലെ സന്തോഷം. ജയറാം ഒരു കാര്യം പറയുന്നുണ്ട്. ജയറാം പറഞ്ഞു ഞാൻ പറയാനുള്ളതെല്ലാം പറഞ്ഞു, ഇനിയിപ്പം ആരൊക്കെ പിടിക്കപ്പെടുന്നത് എൻ്റെ വിഷയമല്ല. അപ്പോൾ ഞാൻ അതിനകത്ത് നമുക്ക് മനസ്സിലാക്കുന്ന വാചകത്തിനകത്തും ജയറാം നേരത്തെ 150 രൂപ ഞാൻ കൊടുത്തു എന്ന് പറയുന്നതിനകത്ത് വിശ്വസിക്കാൻ പറ്റാത്തതാണ്. ഇതിനകത്തും ഒരു കാര്യമുണ്ട്. ഞാൻ പറയേണ്ടതെല്ലാം പറഞ്ഞു, ഇനി ആൾക്കാരെ ആവശ്യമുള്ളവരെ ED പിടിച്ചോട്ടെ. അപ്പോൾ ജയറാമിനൊക്കെ ഏതാണ്ട് അറിയാം അല്ലേ, ഇതിനകത്ത് ഏതൊക്കെ കള്ളത്തരം ഉണ്ട് അല്ലേ, അല്ലെങ്കിൽ ഈ ഒളിച്ചുകളിക്കകത്ത് അറിഞ്ഞോ അറിയാതെയോ ജയറാം പെട്ടിരിക്കുന്നു എന്നല്ലേ അതിൻ്റെ അർത്ഥം. ഞാൻ പറയാനുള്ളതെല്ലാം പറഞ്ഞു. എന്നെ പുള്ളി ഒരുപക്ഷെ പറഞ്ഞാണ് ഞങ്ങൾക്ക് കാര്യങ്ങളെല്ലാം കിട്ടി, നിങ്ങൾക്ക് ഇതിനകത്ത് ഇത്ര ഇൻവോൾവ്മെൻറ്റേ ഉള്ളൂ, നിങ്ങളെ മാപ്പസാക്ഷിയാക്കാൻ ബാക്കി കാര്യങ്ങൾ പറഞ്ഞോളാൻ പറയും. ചിലപ്പോൾ അന്നേരം ദേവസ്വം ബോർഡ് മന്ത്രിയോ MP-മാരോ MLA-മാരോ മറ്റു ചിലരോ അല്ലെങ്കിൽ ഒക്കെ അകത്താകാമല്ലോ. അപ്പം ഇദ്ദേഹത്തിൻ്റെ പറച്ചിലനുസരിച്ച് ഞാൻ എല്ലാ കാര്യവും പറഞ്ഞു, എൻ്റെ കാര്യം ഞാൻ സേഫാക്കി, ഇനി അതിനകത്ത് ആരൊക്കെ പെടുന്നത് എനിക്കത് വിഷയമല്ല. അപ്പം ശബരിമല കൊള്ളയ്ക്കകത്ത് ഈ പറയുന്ന SITയെ കൊണ്ടൊന്നും കഴിയുന്നില്ല എന്നുള്ള രീതിയിലേക്ക് നമ്മൾ തീരുമാനം. കോടതി പറയുന്നു ആര് വെളിയിൽ പോയാലും ആരും രക്ഷപ്പെടുന്ന ഒരവസ്ഥയില്ല, ഇരുട്ടി തപ്പുവാന്നാണ് മുമ്പ് TG പറഞ്ഞാൽ, ഇരുത്തി തപ്പുക. കാരണം ഇനിയും ഈ വെളിയിൽ പോയവൻ്റെ എല്ലാം പേരിൽ അവൻ ഒരിക്കലും വെളിയിൽ വരാത്തോണം ജീവിതകാലം മൊത്തം ശിക്ഷിക്കത്തക്കോണം ഉള്ള കുറ്റപത്രം ഉണ്ടാകണം. അതിന് ആവശ്യം പോലെ സമയം കൊടുത്തേക്കും. എവിടെയാണ് കുറ്റപത്രം ഉണ്ടാക്കുന്നത്, എന്താ വെച്ചാൽ കുറ്റപത്രം ഉണ്ടാക്കുന്നത്? അവിടെ സ്വർണ്ണവും ഇല്ല,
സ്വർണ്ണ പാടിയില്ല, പിന്നെ എങ്ങനെ സ്വർണ്ണം പക്ഷെ പത്മകുമാറിനും വാസുവിനും ഇതുവരെ ജാമ്യം കിട്ടിയിട്ടില്ല. ആര് പറഞ്ഞു? വാസു എന്ന് ഇറങ്ങിപ്പോയി, ഇറങ്ങിപ്പോയി. ശങ്കർദാസിന്റെ മൊഴി പോലും എടുത്തിട്ടില്ല, പിന്നെ എങ്ങനെ? അല്ല, ഇവിടുത്തെ പ്രശ്നം എന്താ അറിയാം, കിട്ടും ഈ ജയറാമിന്റെ ഒരു പ്രശ്നം പറയാം. ജയറാം 10-40 വർഷമായിട്ട് സ്ഥിരമായിട്ട് ശബരിമലയിൽ പോകുന്നു. അതുകൊണ്ട് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പരിചയമായി. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പരിചയം ഉള്ളത് കൊണ്ട് തന്നെ അതിലേക്കൂടെ ഈ കട്ടളപ്പാളിയിലൊക്കെ സ്വർണ്ണം കൊണ്ടുപോയപ്പോൾ ജയറാമിന്റെ വീട്ടിൽ അരിയെ കൂടെ പോയി. അപ്പോൾ വെറുതെ ജയറാമിന്റെ വീട്ടിലേക്കൊന്ന് വെച്ചു. അപ്പോൾ വെറുതെ വെച്ചപ്പോൾ ഒരു 150 രൂപ എടുത്ത് കൊടുത്തു. ഈ പറയുന്നതൊക്കെ ആരെ പറ്റിക്കാനാ? മാത്രമല്ല, ജയറാമിന്റെ വീട്ടിൽ ഇത് കൊണ്ടുവന്ന സമയത്ത് അവിടെ ഈ പറയുന്ന മറ്റ് ചില തമിഴിലെ ഈ സംഗീതവുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ നിൽക്കുന്ന ദൃശ്യങ്ങളടക്കം പുറത്തു വന്നാം. ഈ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടും ജയറാമിൻ്റെ മൊഴിയെടുത്ത് SIT വിളിച്ച് വളരെ സോഷ്യലായിട്ട് ഇടപെട്ടു, ഭക്ഷണം മേടിച്ചു കൊടുത്തു എന്നൊക്കെ പറഞ്ഞാൽ ഇവർ പറയുന്നൊരു കാര്യമുണ്ട്, ഞങ്ങൾ ഈ പ്രതികളെയൊക്കെ അല്ലെങ്കിൽ സംശയമുള്ളവരെ സാക്ഷികളാക്കാൻ പോകുന്നവരെയൊക്കെ വിളിച്ച് ചോദ്യം ചെയ്തു. ഇതിനുശേഷം ഇവരെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്താം, ഇതിനുശേഷം ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്താം. ഇതൊന്നും ജയറാം പറയുന്നില്ല. അപ്പോൾ ജയറാം ആ സമയത്ത് വിദേശയാത്ര നടത്തിയതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ നേരിട്ട് ഒറ്റ ദിവസം കൊണ്ട് ജയറാം ഹാജരാകണമെന്ന് പറഞ്ഞ് അന്വേഷിച്ചാൽ ഉടനെ അറസ്റ്റ് ചെയ്യണമെന്നൊന്നുമില്ല. പിന്നീട് ഈ അറസ്റ്റ് ചെയ്യുന്ന നടപടിക്രമങ്ങളൊക്കെ വരാം. അപ്പോൾ ജയറാം ഇവിടെ കുറച്ച് കള്ളക്കളി നടത്തി. തന്ത്രിയെ അറസ്റ്റ് ചെയ്തതോടുകൂടി ജയറാം ഭയപ്പെട്ടു. ഇപ്പോൾ തന്ത്രി ജാമ്യത്തിൽ ഇറങ്ങിയതോടുകൂടി അല്ലെങ്കിൽ ഇറങ്ങാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയതോടുകൂടി ജയറാമിന് ആത്മവിശ്വാസം വന്നു. എന്തിനാണ് ജയറാം ഈ കള്ളക്കളിക്ക് നിൽക്കുന്നത്? അപ്പോൾ സിനിമാ മേഖലയിലുള്ള കുറേ ആളുകൾക്കും ഇത്തരത്തിലുള്ള രഹസ്യ ഇടപാടുകളിൽ അല്ലെങ്കിൽ ശബരിമലയിലെ സ്വർണ്ണ തട്ടിപ്പുമായി ബന്ധമുണ്ട് എന്ന് പറയുമ്പോൾ ആ കാര്യങ്ങളൊന്ന് തുറന്ന് കണ്ടുപിടിക്കാൻ SITക്ക് കഴിയുന്നില്ലയോ? അല്ലെങ്കിൽ SIT ഇവിടെ കള്ളക്കളി നടത്തുന്നവർ? അല്ല, SIT കഴിയുന്നില്ല എന്ന് നമ്മൾ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റത്തില്ല. SIT കഴിയുന്നില്ല എന്നുള്ളതാണ്. SIT അത് വേണ്ടാന്ന് വെച്ചിരിക്കുന്നു ആർക്കൊക്കെയോ വേണ്ടി. കാരണം ഇതിനകത്ത് SIT പിടിച്ചാൽ പിടിമുറ്റുന്ന സൈസ് ആൾക്കാരല്ല, അല്ലെങ്കിൽ എന്തിനീ വള്ളിയെ പിടിക്കുന്നു എന്നുള്ളതല്ല എന്നുള്ളത് കൂടി ഒരു കാര്യമുണ്ട്. കാരണം ഇത് അന്വേഷിച്ച് വരുമ്പം നമ്മൾ ശ്രീകൃഷ്ണൻ്റെ വാ തുറന്ന പോലെ ആയിപ്പോയി. ശ്രീകൃഷ്ണൻ്റെ മണ്ണ് വാരി വായിക്കാത്തിട്ടപ്പം തള്ള കൊച്ചു പറയും വാ ഇറക്കടാ, മണ്ണെടുത്ത് കളയരുത്. വാ പറഞ്ഞപ്പം വൈകുണ്ഠം അല്ലെങ്കിൽ 7 ലോകവും കണ്ടെന്ന് പറഞ്ഞു. SIT ദ്വാരപാല ശില്പവും വാതിൽപ്പടി അന്വേഷിക്കാൻ ചെന്നപ്പോ എന്റെ 92 കൊണ്ട് ഇത് എങ്ങനെ അന്വേഷിച്ച് തീർക്കാനാ? ആരൊക്കെ അതിനകത്ത് നിൽക്കുന്നത്? സോണിയാഗാന്ധിയെ മാത്രമേ നമ്മൾ വെളിയിൽ കണ്ടിട്ടുള്ളൂ. ഇനിയും വെളിയിൽ കാണാത്ത എത്രയോ വലിയ കാര്യങ്ങൾ എന്ന് പറയുന്നതിനകത്ത്. അപ്പൊ അവനകത്ത് അതുപോലുള്ള പ്രഷർ SITക്ക് ഉണ്ട് എത്ര പറയുമ്പോഴും നമ്മൾ വിചാരിക്കേണ്ടി വരും. മാത്രമല്ല, ഇവർ ഈ തെളിവുകൾ മൊത്തവും നശിപ്പിച്ചിട്ടാണ് വളരെ പ്ലാനിങ്ങോടുകൂടി ഉന്നതർ നടത്തിയ കൊള്ളയായതുകൊണ്ടും വലിയ കോടികളുടെ കൊള്ളയായതുകൊണ്ടും അതിനകത്ത് സ്വാധീനം അത്ര പോലുണ്ട്. ചില ഇറാനും അല്ലെങ്കിൽ അതുപോലെ റഷ്യയൊക്കെ നടന്ന ചില കൊലപാതകങ്ങൾ ഒരു രീതിയിലും കണ്ടുപിടിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ അതുപോലെ പ്ലാനിങ്ങോടുകൂടി ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് മെനക്കെട്ടാ കണ്ടുപിടിക്കുക. എന്തിന് മെനക്കെടുന്നെന്ന് ആലോചിക്കുന്നത്? അത് തന്നെയാണ് ഇതിനകത്ത്. ഇപ്പോൾ ED CBI ഒക്കെ വന്നിട്ട് ഈ മെനക്കെടേണ്ട രീതിയിലേക്ക് അല്ലെങ്കിൽ അവരതിൻ്റെ ഒരുക്കുന്നോ എന്ന് നമ്മൾ വിചാരിക്കേണ്ടി വരും. ഏതായാലും ജയറാം ഇപ്പോൾ വിചാരിച്ചേക്കുന്ന പുള്ളി സേഫായെന്നാണ് വിചാരിച്ചേക്കുന്നത്. എനിക്കറിയത്തില്ല. ഇപ്പം സിനു പറഞ്ഞ പോലെ ED ഒക്കെ ഇങ്ങനെയൊക്കെ തന്നെ ആൾക്കാരെ അറസ്റ്റ് ചെയ്യും. നമുക്കറിയാമല്ലോ, ഈ നമ്മുടെ CPM-ന്റെ ബാങ്ക് കൊള്ളയുമായിട്ട് ബന്ധപ്പെട്ട് എത്ര വട്ടം ചോദ്യം ചെയ്തിട്ട് അവസാനം ഓരോന്നിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ഇത് അവരതിന് ഒരുക്കി അവർക്കുടെ അറസ്റ്റിന് സുപ്രീം കോടതി ഒരു മാനദണ്ഡം കൊടുത്തിട്ടുണ്ട്. കാരണം എല്ലാം തീർത്തേ അറസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഇവിടെ ഇപ്പം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പിടിച്ച് അകത്തിട്ട് ഇറങ്ങി പോടാന്ന് പറയുന്ന കണക്കല്ല. അത് കഴിഞ്ഞിട്ടല്ല കേസ് ഉണ്ടാക്കുന്നത്. കേസെല്ലാം ഉണ്ടാക്കി തീർത്ത് തെളിവുകൾ ശേഖരിച്ച് അനധികൃതമായിട്ടുള്ള പണയിടപാടാണ്. ആ പണയിടപാട് ആർക്ക് കൊടുത്തു, എവിടുന്ന് വന്നു, എങ്ങനെ വന്നു, ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇതെല്ലാം ബോധ്യപ്പെടുത്തി കേസ് തീർന്നിട്ടാണ്. ശരിക്കും പറഞ്ഞാൽ കേസ് ക്ലോസ് ആണ്. അതുകൊണ്ട് ഇവർക്ക് ജാമ്യം കിട്ടാതെ അങ്ങനെ വരുമ്പോഴേ ഒക്കത്തുള്ളൂ. അപ്പോൾ ആ രീതിയിലെ കാര്യങ്ങൾ ഉരുത്തിരിക്കുന്നതിന് വേണ്ടി ഇതിനകത്ത് പണമിടപാടും കാര്യങ്ങളും അല്ലെങ്കിൽ എവിടെ നിന്നൊക്കെ വന്നു എന്നുള്ള കാര്യം പണമിടപാടിനകത്തെ അല്ലെങ്കിൽ അനധികൃതമായിട്ടുള്ള ഇടപാട് ED കണ്ടുപിടിക്കും. അതിനുശേഷം അതിനകത്ത് ഉള്ളവരെ പിടിക്കുന്നതിന് വേണ്ടി വേറെ ഏജൻസി അവരെ ഏൽപ്പിക്കുന്ന രീതിയിലേക്ക് പോകും. ഏതായാലും ജയറാം വാ തുറന്നിട്ടുണ്ട്. അതിനകത്ത് മന്ത്രിയുണ്ടോ, MP ഉണ്ടോ, CPM ഉന്നതരുണ്ടോ എന്നുള്ളതൊക്കെ അടുത്ത ദിവസങ്ങളിൽ വെളിയിൽ വരേണ്ടതായിട്ടുണ്ട്. ഇയാൾ പറഞ്ഞുകൊണ്ട് അതിനകത്ത് പരിശോധന ഉണ്ടാകുമല്ലോ. പരിശോധന ഉണ്ടാകും. പരിശോധനയ്ക്ക് ശേഷം അവർക്ക് അന്വേഷിക്കാൻ പറ്റാത്ത മേഖല മറ്റ് ഏജൻസികളെ ഏൽപ്പിക്കും. ഈ ജയറാം ഉൾപ്പെടെയുള്ള സെലിബ്രിറ്റികൾക്ക് ഇതിനകത്ത് പങ്കുണ്ടെന്ന് നേരത്തെ തന്നെ ആരോപണമുണ്ട്. പക്ഷേ SIT അന്വേഷണം ഒരു ഘട്ടത്തിലേക്ക് നീങ്ങിയപ്പോൾ ഈ ജയറാമിനെ ഉൾപ്പെടെയുള്ളവരെ മാറ്റി നിർത്തിയിരുന്നു. അവരിലേക്ക് അന്വേഷണം കൃത്യമായിട്ട് പോയില്ല. ആ സമയത്താണ് ജയറാമിൻ്റെ വീട്ടിൽ ഈ പറയുന്ന ശബരിമലയിലേക്ക് കൊണ്ടുവരേണ്ട ആ വിഗ്രഹത്തിൻ്റെ പാളികളൊക്കെ കൊണ്ടുവന്ന് പൂജയൊക്കെ നടത്തി. വലിയ പൂജയാണ് നടത്തിയത്. ആ പൂജയ്ക്ക് വലിയ പ്രാധാന്യം നൽകി. ആ പൂജയ്ക്ക് വലിയ ദക്ഷിണ കൊടുക്കേണ്ടി വരില്ല. ഏതൊരു വീട്ടിലും പൂജകൾ നടത്തുക അല്ലെങ്കിൽ അത്തരത്തിലുള്ള പരിപാടികളൊക്കെ സംഘടിപ്പിക്കുമ്പോൾ വലിയ പൈസ കൊടുക്കാറുണ്ട്. ഇത് ദക്ഷിണ എന്നാണ് പറയുന്നത്. പക്ഷേ ജയറാം തന്നെ ആദ്യഘട്ടത്തിൽ 100 രൂപ
150 രൂപയാണ് ഞാൻ ദക്ഷിണ കൊടുത്തു. ജയറാമിനെ പോലെ സെലിബ്രിറ്റി ആയിട്ടുള്ള ഒരാൾ അങ്ങനെ കൊടുത്തു എന്ന് പറയുന്നതിനകത്ത് തന്നെ ഒരു കള്ളത്തരം വേണം. ഇനി അങ്ങോട്ടേക്ക് പോകുമ്പോഴും ഇങ്ങോട്ടേക്ക് പോകുമ്പോഴും ഒക്കെ ജയറാമിൻ്റെ വീട് വഴിയേ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ജയറാമിനെ ചോദ്യം ചെയ്യാനായിട്ട് വിളിച്ചു വരുത്തും. ജയറാമിന് ആശങ്കയുണ്ട്, ജയറാമിന് പ്രശ്നമുണ്ട്. ഇനി അങ്ങനെയാണെങ്കിൽ ജയറാം മാത്രമല്ലല്ലോ, ഒരുപാട് പേർക്ക് ഇതിനകത്ത് പങ്കാളിത്തം ഉണ്ടായിരിക്കാം. ജയറാം അതിൻ്റെ ഇങ്ങേ അറ്റത്തുള്ള ഒരു കണ്ണിയായിരിക്കാം. ജയറാം ഇത് വിദേശത്ത് ടൂർ പോയപ്പോഴോ അല്ലെങ്കിൽ വിദേശത്ത് പ്രോഗ്രാമോ ഒക്കെ പോയപ്പോഴോ മറ്റോ ആരെങ്കിലും കൂടെ വന്നിരിക്കാം. അവർക്ക് ഈ ശബരിമല കൊള്ളയുമായി ബന്ധമുണ്ടെങ്കിൽ ജയറാമിനെ ആ പ്രതിപട്ടിയിൽ ഉൾപ്പെടുത്താം. അപ്പോൾ ED ചോദ്യം ചെയ്തു വിട്ടയച്ചു എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് ചോദിച്ച് ഇത്രയും കാര്യമാണ് ശരി, ഇനി ഒരാഴ്ച കഴിയുമ്പോൾ പറയും വീണ്ടും ഹാജരാകണമെന്ന് പറയും. അപ്പോഴും ഹാജരായിട്ട് കാര്യങ്ങൾ ബോധിപ്പിക്കുന്നു, വിട്ടയക്കുന്നു. അപ്പോൾ കിട്ടുന്ന തെളിവുകളും ജയറാമിൻ്റെ മൊഴിയും എല്ലാം കൂടെ കണക്ട് ചെയ്യുമ്പോഴേ ഉള്ളൂ ഈ കൃത്യമായ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റൂ. ഏറ്റവും ഒടുവിൽ ജയറാമിനെ ചോദ്യം ചെയ്യുമ്പോൾ തന്നെ നിർണായകമായ ഒരാളെ വിളിച്ചിരുത്തി അവിടെ ചോദ്യം ചെയ്യൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജയറാമിനെ സാക്ഷിപ്പട്ടികയിലാണോ ഉൾപ്പെടുത്തുക, പ്രതിപട്ടികയിലാണോ ഉൾപ്പെടുത്തുക എന്നൊക്കെയുള്ളത് കാത്തിരുന്ന് തന്നെ കാണേണ്ട കാര്യമല്ലേ? അതെ അതെ, അത് പെട്ടെന്ന് ഒരു ഇതല്ല. അത് ഒരു വട്ടം വിളിച്ച് 2 വട്ടം വിളിച്ച് അവർക്ക് വേണ്ടത് ബോധ്യപ്പെട്ടാൽ അവർ അറസ്റ്റ് ചെയ്യും. തീർച്ചയായിട്ടും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.